ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ വന്ന ദിവസമാണ്. ഒരുപാട് പേര് വല്ലാത്ത ആകാംക്ഷയിലിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിബിൻ്റെ കാര്യമാണ്. അതിലെന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കുകയെന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നില്ലേ, കൈ കൊണ്ടൊരു ആംഗ്യം കാണിച്ചു എന്നുള്ള ആ ഒരു ഇതിൽ എല്ലാവരും ആകാംക്ഷയില്ല. ബിഗ് ബോസ് വീട്ടിനകത്തെ ആൾക്കാർ മാത്രമല്ല, പുറത്തുള്ള പ്രേക്ഷകരായ നമ്മളെല്ലാവരുമേ വളരെ ആകാംക്ഷയിലിരിക്കുക, അതിനെന്താ തീരുമാനം എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ വന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ നന്ദനയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അത് നന്ദനയ്ക്ക് അറിയാതെ നന്ദനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിനകത്തെ മെമ്പേഴ്സ് എല്ലാം രസകരമായിട്ട് ആ ബർത്ത്ഡേ ആഘോഷിച്ചു. നന്ദന ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണല്ലോ. അപ്പം കണ്ടസ്റ്റൻസ് എന്താന്ന് പറഞ്ഞാൽ അവർ മത്സരാർത്ഥികളാണെന്ന് പറഞ്ഞാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കുള്ളിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വേറെ പല കാര്യങ്ങളും ഓർക്കണമല്ലോ. ചില മാനുഷിക പരിഗണനയൊക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ നന്ദന ചെറിയ കുട്ടിയാണ്. അപ്പോൾ നന്ദനയുടെ ബർത്ത്ഡേ അങ്ങനെ നന്ദന പോലും അറിയാതെ നന്ദനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആഘോഷിച്ചു. രാത്രി കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ആ സമയം അപ്പോൾ ലാലേട്ടനാണെങ്കിൽ നന്ദനയ്ക്ക് ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞ് വിഷൊക്കെ ചെയ്തു. ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ജാസ്മിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു. അങ്ങനെ അപ്പോൾ ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ വിഷ് ചെയ്യുന്നു. പൊന്നു എന്നാ പേര്. അപ്പോൾ പൊന്നുവിനും ബർത്ത്ഡേ വിഷസൊക്കെ ലാലേട്ടൻ നേർന്നു. ജാസ്മിൻ അത് വളരെ സന്തോഷമായി. അതിപ്പോൾ അതങ്ങനെയല്ലേ, പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്തിരിക്കുമ്പോൾ ആ അനിയൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയത്തില്ലാത്ത ഒരു ചേച്ചിയുടെ ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാ കാര്യവും പറയണമല്ലോ. അപ്പോൾ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അമ്മയും അച്ഛനെയും അനിയനെ അവർ രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ. അനിയനെ ഒക്കെ വളരെ സ്നേഹിക്കുന്ന ഒരു ആളാണ് ജാസ്മിൻ. അപ്പോൾ അങ്ങനെ അത് വിഷമം കാണാം. അതുകൊണ്ട് ലാലേട്ടനാണെങ്കിൽ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പം അതും ഒരുപാട് സന്തോഷം കൊടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ലാലേട്ടനെ പൊന്നുവിനും വിഷ് ചെയ്തു ബർത്ത്ഡേ. അതിനുശേഷം പിന്നെ ഓരോരുത്തരെ ആയിട്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്തെ കാര്യങ്ങളും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ ചിലരൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ചില ടീമുകളും ആൾക്കാരുമൊക്കെ അതാ ഇവിടെ ചെയ്തുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്താണ് പിന്നെ നമ്മുടെ സിബിനെ പിടിച്ചത്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സിബിൻ്റെ കാര്യത്തിൽ തന്നെ ജാസ്മിനോടും ഗബ്രിയോടും ഒക്കെയാണ് ലാലേട്ടൻ ഇതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏതാന്നൊക്കെ ചോദിക്കുന്നത്. അതാണ് ഒരു വലിയൊരിത്. അത് എന്തായാലും സിബിൻ്റെ ഓപ്പോസിറ്റ് സിബിൻ എതിരാളികളാണല്ലോ ഇവർ. അപ്പോൾ അവരോട് തന്നെ സിബിനെ കുറിച്ച് ചോദിച്ചാൽ അവരെന്താ പറയുന്നത്? സിബിനെ കുറ്റപ്പെടുത്തല്ലാതെ നല്ലത് പറയത്തില്ലല്ലോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയേണ്ടുന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളായിരുന്നു. പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പറയാതിരിക്കണം, അതല്ലേ അതിൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു. എന്തിനാ സിബിൻ അങ്ങനെ കാണിച്ചെന്ന് ലാലേട്ടൻ ചോദിച്ചു. അതായത് സിബിൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെന്തിനാ കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ സിബിൻ പറഞ്ഞു ഞാനത് അങ്ങനെ ആരെയും കാണിച്ചതല്ലെന്ന് പറഞ്ഞു. ആരെയും കാണിച്ചതല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിന് സോറി പറഞ്ഞേ? ആരെയും കാണിക്കാത്തൊരിതിന് വന്ന് സോറി പറയൂ ആരെങ്കിലും? അപ്പോൾ നിങ്ങൾ സോറി പറഞ്ഞല്ലേ, അപ്പോൾ അതെന്തിനായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചു. അങ്ങനെ സിബിന് അത് ഒരു വിധത്തിലൊക്കെ സിബിൻ അത് പറഞ്ഞൊപ്പിച്ചു ഒരു വിധത്തിൽ. ലാലേട്ടനോട് ഒരു ഇതായിട്ട് പറയാനും പറ്റത്തില്ല, എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കുമെന്ന് അറിയത്തില്ല. സത്യത്തിൽ അതിൻ്റെ ഒരു ഒരു ഉള്ളിനകത്ത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കും. അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ സിബിൻ ഒരു വിധത്തിലൊന്നും പറഞ്ഞും പറയാത്ത രീതിയിലൊക്കെ അവിടെ കിടന്ന് ഉരുണ്ടു. പിന്നെ ലാലേട്ടൻ അതിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കുറേയായിട്ട് വഴക്ക് പറഞ്ഞു സിബിനെ. പിന്നെ അതിനുശേഷം എന്നെ ജാസ്മിനോട് പറഞ്ഞു പിന്നെ ഈ സിബിന് ഇങ്ങനെ കാണിച്ചതിന് അതിന് സോറി പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തതന്നെ ജാസ്മിൻ്റെ ഒരു വലിയ ഒരു മനസ്സാണ്. പിന്നെ ഒരു താങ്ക്സൊക്കെ ജാസ്മിനപ്പം കിട്ടി. അങ്ങനെ എല്ലാവരും കൈയടിച്ചു. അങ്ങനെ ജാസ്മിൻ അവിടെ ഇരുന്നു. പിന്നെ ഇതിനാണെങ്കിൽ സിബിന് പണിഷ്മെൻ്റ് ഉണ്ട്, ഇല്ലാതില്ല. പിന്നെ ലാലേട്ടൻ എന്താ പറയുമെന്ന് വെച്ചാൽ സ്ത്രീകളോട് പൊതുവെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അതിന് കുറച്ച് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നു. ഒരാളോട് എന്ത് ദേഷ്യമാണെങ്കിലും അതങ്ങനെ ഓപ്പണായിട്ട് അതങ്ങ് പ്രതിഫലിപ്പിക്കാൻ അത് പറ്റുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു വാണിംഗ് ആണ് അവിടെ കൊടുത്തത്.
പിന്നെ സിബിനോട് പറഞ്ഞു, പക്ഷെ അത് സിബിനോടെന്നല്ല പൊതുവെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത്. സ്ത്രീകളും അതുപോലെ തന്നെ മാന്യമായിട്ട് ഇടപെടാനും സംസാരിക്കുകയും ചെയ്യണമെന്നുള്ളതും അതിൻ്റെ ഒരു കാര്യം, അതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഏതാണ്ട് ജാസ്മിനോട് അങ്ങനെ കാണിച്ചതിൻ്റെ ഒരു ഇതിലാണ് ബിഗ് ബോസ് വീട്ടിനകത്തെ ആ സംഭവം ലാലേട്ടൻ പറഞ്ഞത്. ജാസ്മിനോടാണല്ലോ അങ്ങനെ കാണിച്ചത്, അത് ശരിയായില്ല എന്നുള്ള രീതിയിൽ അത് ലാലേട്ടൻ പറയുക തന്നെ ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് പിന്നെ പണിഷ്മെൻ്റൊക്കെ സിബിന് അടുത്ത 2 ആഴ്ചത്തേക്ക് ഓപ്പൺ നോമിനേഷനൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും ശിക്ഷ കൊടുത്തുള്ളല്ലോ, അത് മതി. അതിൽ കൂടുതൽ വന്നിട്ട് വല്ലതും കൊടുക്കുമെന്നുള്ളതായിരുന്നു മനസ്സിനകത്തൊരു ഇത്. എന്താണെന്ന് വെച്ചാൽ സിബിനാണെങ്കിൽ ഒരു നല്ലൊരു പ്ലെയറാണ് ബിഗ് ബോസ് വീട്ടിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ സിബിൻ വന്നതിന് ശേഷം നിറയെ കണ്ടൻറ്റുകൾ, നല്ല നല്ല കണ്ടൻറ്റുകൾ അവിടെ നടന്നിരിക്കുന്നു. ഇപ്പം തന്നെ ആണെങ്കിൽ അതിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുക വരെ ചെയ്തു. ഈ സിബിനാണെങ്കിൽ ഈ പവർ ടീമിലേക്ക് കയറിയല്ലോ, അവർ പവർ ടീമിന് വേറെ ആൾക്കാരെയൊക്കെ എടുത്തപ്പോൾ അതിൽ കൂട്ടത്തിൽ സിബിനും ഉണ്ടായിരുന്നു, പൂജയുണ്ടായിരുന്നു. പുതിയതായിട്ട് വന്ന ഈ സിബിനും പൂജയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പവർ ടീമിൽ. അപ്പം ശരണ്യൊക്കെ ഉണ്ട്, പഴയ ആളിൽ ശരണ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന, പവർ ടീമിന് സർവാധികാരം ഉണ്ടെങ്കിൽ ഈ ഗബ്രിയുടെയൊക്കെ ടീം ഒരു റൂമിലാണല്ലോ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഈ ജാസ്മിൻ രാത്രി ആ റൂമിൽ പോയി ഇരുന്നു. ജാസ്മിൻ ഈ റൂമിലുള്ള കാര്യം അറിഞ്ഞില്ല. ഇവരെന്ത് ചെയ്തെന്നാൽ ഈ പവർ ടീമിന് സർവാധികാരം ഉള്ളത് വെച്ചിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നുള്ള ലെവലിൽ ഇവരെന്ത് ചെയ്തെന്നാൽ ബിഗ് ബോസിനോട് അപേക്ഷിച്ചു. പിന്നെ ഈ ആ റൂം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാവുന്നേ. ഇവർക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇവരുടെ സർവാധികാരം ഇവരുടെ മുകളിൽ ബിഗ് ബോസ് ആണല്ലോ. ബിഗ് ബോസിൻ്റെ ഡയറക്റ്റ് കൺട്രോളാണ് ഈ പവർ ടീമിന് അംഗങ്ങൾക്കുള്ള, പവർ ടീമിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല, ആ വീട്ടിനകത്തുള്ള ബിഗ് ബോസിനല്ലാതെ. അപ്പോൾ ഇവർക്ക് സർവാധികാരം ഉള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് ഭസ്മാസുരന് വരം കിട്ടിയ മാതിരിയുള്ള ഒരു ഇടപാടായിപ്പോയെന്നാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഇവരാണെങ്കിൽ ഈ ബിഗ് ബോസിനോട് ഒരു ദിവസം രാത്രി ചോദിച്ചു, പിന്നെ ആ ഡെന്നെന്നാണെന്ന് തോന്നുന്നു, ഡെൻ ടീമാണെന്ന് തോന്നുന്നു, അവരുടെ ആ ഒരു റൂം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാമെന്ന് അവരറിയാതെ ഇവർ ക്യാമറയിൽ കൂടെ ഇങ്ങനെ ചോദിച്ചു. ഇവർ ടീം അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന്, ഇതിൻ്റെ മെയിൻ ആൾ ഇത് ആലോചന പ്ലാൻ ചെയ്തതെല്ലാം സിബിനായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടൊന്നും അത് ലോക്കാവുന്നില്ല. പിന്നെ ഇവർ എന്തൊക്കെയോ പറഞ്ഞു എടുത്തുമൊക്കെ ഇതങ്ങ് ലോക്കായിപ്പോയി. ഇത് ലോക്കായതിന് ശേഷം അതിൻ്റെ ഒരു വലിയ പരിപാടികളൊക്കെ അവിടെ നടന്നു. ഇതങ്ങ് ലോക്കായി, അതിനകത്തുള്ളവർക്ക് വെളിയിൽ വരാൻ പറ്റത്തില്ല. സത്യത്തിൽ അവിടെ ജാസ്മിനകത്തുണ്ടായിരുന്നു, ഗബ്രി ആ റൂമിലായിരുന്നു. അത് കാരണം ജാസ്മിൻ ആ റൂമിനകത്ത് പോയിരിക്കാൻ, ഈ ജാസ്മിൻ ഇതിനകത്ത് ഇരിക്കുന്ന കാര്യം ഇവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. ജാസ്മിനകത്തുണ്ടല്ലോ, റൂം അങ്ങ് ലോക്കായി. എന്ത് ചെയ്യും? അങ്ങനെ റൂമിനകത്തുള്ളവരും പുറത്ത് ഈ പവർ ടീമുകാരും കൂടെ അതിനകത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസത്തിൽ ഭയങ്കര സംഘർഷാവസ്ഥയൊക്കെ ആയിരുന്നു. ഇവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് ഇവരെന്ത് വരുമെന്ന് നോക്കാമെന്നുള്ളൊരു ഇതായിരുന്നു. മറ്റവരാണെങ്കിൽ അതിനകത്ത് അകപ്പെട്ടു പോയി. അപ്പോൾ ആണെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണം, പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഈ പൂട്ടിയിട്ടാൽ പറ്റത്തില്ല, ബാത്റൂമിൽ പോകണം, കുറച്ച് നേരം കൂടെ ഞങ്ങൾ ക്ഷമിക്കും, പിന്നെ ഇവിടെല്ലാം ബാത്റൂമിൽ പോകണമെന്നുള്ള അവിടെല്ലാം നാശമാകും, ആ റൂമെല്ലാം ഞങ്ങൾ മോശമാക്കുമെന്നൊക്കെ പറഞ്ഞ് അത് വൃത്തികേടാക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആണെങ്കിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഈ ജാസ്മിനാണെങ്കിൽ പറയുന്നു ജാസ്മിന് വെളിയിൽ പോകണം, എന്ത് പറഞ്ഞാലും ഇവരത് തുറക്കുന്നില്ല. ഇവർ തുറക്കുമെന്നാൽ ബിഗ് ബോസ് അത് ലോക്ക് ചെയ്തേക്കുന്നത്, ഇനി അത് തുറക്കണം, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്താണെന്നാൽ പിന്നീട് അവർ പറഞ്ഞു ജാസ്മിൻ അകത്തുണ്ടല്ലോ, ജാസ്മിന് പീരീഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിന് പീരീഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തുറന്നേ പറ്റത്തുള്ളൂ, വെളിയിൽ വന്നേ പറ്റത്തുള്ളൂ ഇവരൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്, അതാണ് ഈ പവർ ടീം അങ്ങ് പെട്ടുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ കൂടി ആലോചിച്ചൊക്കെയാണ് അതൊന്ന് സോൾവ് ആക്കിയത്. അതെന്താ പിന്നെ ഈ ജാസ്മിൻ പറഞ്ഞു കുറച്ച് സമയം കൂടെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ എനിക്ക് പിന്നെ പറ്റത്തില്ല, എനിക്ക് വെളിയിൽ വന്ന് തന്നെ പറ്റത്തുള്ളൂ, അതായത് പീരീഡ്സ് ആയതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനൊരു വഴി കണ്ടെത്തണോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഗബ്രിയാണ് അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യം ഇതൊക്കെ പറയുന്നു. ഗബ്രിയാണ് ആ വീട്ടിൽ വന്ന് അവർക്ക് ബാത്റൂമിൽ പോകണമെന്നുള്ളത് അത് നാറ്റമാക്കും എന്നൊക്കെ നശിപ്പിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചത്. പിന്നെ ഈ ജാസ്മിൻ്റെ ഈ പീരീഡ്സിൻ്റെ പ്രശ്നമായത് കാരണം കൊണ്ട് പിന്നെ ഇവർ അപേക്ഷിച്ച് ബിഗ് ബോസ് രാത്രിയിൽ എപ്പോഴോ വളരെ വൈകിട്ട് അത് തുറന്നു.
അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചു ഇവരോട്, ഇതിനാരാണ് നേതൃത്വം. ഇതുവരെ അവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ബിഗ് ബോസ് വീട്ടിന് അകത്ത് ഇങ്ങനൊരു പവർ ടീമിൻ്റെ അധികാരം വെച്ചിട്ട് ബിഗ് ബോസിനോട് അപേക്ഷിച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യണം എന്നുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഈ സിബിൻ്റെ ഒരു ഐഡിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ലാലേട്ടൻ തന്നെ ഇതിനെ വളരെ നന്നായിട്ട് ഈ പ്രാവശ്യം ഇതിൽ പുതിയ കണ്ടൻറ്റുകൾ പുതിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെന്നൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. അതങ്ങനെ ഒരിത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിബിന് വന്ന് പണിഷ്മെൻറ്റ് കിട്ടി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ സിബിനെ ചിലപ്പം പുറത്ത് വിടുമെന്ന് വിചാരിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടേ, മോശമായ ഒരു ആംഗ്യം കാണിച്ചത് കാരണം കൊണ്ടേ. അപ്പോൾ വന്നിട്ട് ഏതായാലും അങ്ങനെ സംഭവിച്ചില്ല, അതുകൊണ്ട് ആശ്വസിക്കാം. സിബിനൊക്കെ അവിടെ നിന്ന് കളിക്കട്ടെ. പവർ ടീമിൽ നിന്ന് മാറ്റി സിബിൻ ഇപ്പോൾ പവർ ടീമിലില്ല, അതും പണിഷ്മെൻറ്റ് കൊടുത്തു. 2 ആഴ്ചത്തേക്ക് ഓപ്പൺ നോമിനേഷനുമായി ഈ പവർ ടീമിൽ നിന്ന് സിബിനെ വെളിയിലും മാറ്റി. അതാണ് വല്ലാത്തൊരിത്. അപ്പോൾ ഇനി സിബിന് ആ അധികാരമൊന്നുമില്ല പവർ ടീമിൽ. അപ്പം അങ്ങനെയും കിട്ടി. ഈ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം അത് കാരണം കൊണ്ട്. അപ്പം അങ്ങനെയാണ് ഇരിക്കുന്ന സിബിൻ്റെ കാര്യം. പിന്നെ വേറെ കുറച്ച് അവിടെ ലാലേട്ടനാണെങ്കിൽ ടാസ്കൊക്കെ ഉണ്ടായിരുന്നു, ഈ ഡ്രസ്സുകളൊക്കെ കൂടുതലിടുന്നവർക്കൊക്കെ. അങ്ങനെ നോറയ്ക്കൊക്കെ ലാലേട്ടൻ്റെ സൈൻ പതിപ്പിച്ച ഒരു ബനിയനൊക്കെ കിട്ടി. അങ്ങനെ ഒക്കെ ഇന്നത്തെ ദിവസം പോയി. ഇനി നാളെ എന്താണെന്ന് അറിയത്തില്ല. ഈ ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിന് ഈ ജയിലിൽ പോയ സമയത്ത് കാട്ടിക്കൂട്ടിയ കുറച്ച് വിക്രിയകൾക്കൊക്കെ എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല. അതിന് ലാലേട്ടൻ ഇന്നിനിയും വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ.